ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ലൈഫ് ഇൻഷുറൻസ് പോളിസിയും സിംഗിൾ പാരന്റും തമ്മിലുള്ളതാണ്. ഒരു സിംഗിൾ പാരന്റ് എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരായിരിക്കും ആ കുടുംബത്തിന്റെ എന്താ വരുമാനം കൊണ്ടുവരുന്ന ആൾ, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അത്താണി എന്ന് പറയുന്നത് ആ ഒരേ ഒരു വ്യക്തിയായിരിക്കും. ആ ഒരേ ഒരാളെ ആശ്രയിച്ചായിരിക്കും ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അത് കുട്ടികളുണ്ടാവാം, ചിലപ്പോൾ അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരാളുടെ വരുമാനത്തിൽ മാത്രമായിരിക്കും ആ കുടുംബം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അയാൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കണം. കാരണം ഇൻ കേസ് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ ആകെ ദുരിതപൂർണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പാരന്റ് തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കണം. അത് ഹോൾ ലൈഫ് എടുക്കാം, ടേം ഇൻഷുറൻസ് എടുക്കാം. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിത ചെലവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ഫണ്ട് അവിടെ രൂപീകരിക്കും. ഇനി ഹോൾ ലൈഫ് ആണെങ്കിൽ ലൈഫ് ലോങ് ഒരു റിട്ടേൺ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാം. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ അതിൽ നിന്നും സ്വരൂപിക്കാൻ പറ്റും. പിന്നെ കുട്ടികളുടെ ജീവിത മാർഗം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ ഈ ഒരു ഡെത്ത് ബെനിഫിറ്റ് തുക കൊണ്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഒരു സിംഗിൾ പാരന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കണം. അവർ ജീവിച്ചിരിക്കെ അവർക്ക് അതിലൊരു സേവിങ്സ് കാണാനും മറ്റ് ജീവിത ചെലവിന് വേണ്ടി അത് യൂസ് ചെയ്യാനും പറ്റും. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആ കുടുംബത്തിന്റെ അവസ്ഥ മോശമാകാതെ അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ജീവിത ചെലവുകളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഒരു ബെനിഫിറ്റ് കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക.